ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സിലെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ 4ാമത്തെ യൂണിറ്റ് നമുക്ക് 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ നമ്മൾ ദ സ്റ്റോൺ സൂപ്പ് എന്നുള്ള ചാപ്റ്ററും, അതുപോലെ തന്നെ നമ്മൾ അടുത്തതായി സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടായിരുന്നു ബീങ് ഹെൽത്തി എന്നുള്ളൊരു പോം ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് 4ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠം, അതായത് 3ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് പാഠത്തിന്റെ പേര്? ദ റൺ എവേ പാൻകേക്ക് അല്ലേ? ദ റൺ എവേ പാൻകേക്ക് ആണ്. ഒരു പാൻകേക്കിന്റെ ഒരു കഥയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പാഠം എന്ത് ചെയ്യാം? പാഠത്തിലോട്ട് പോകാം. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്താണ് ചിത്രത്തിൽ കാണുന്നത് നോക്കൂ. ഒരു അമ്മയും അച്ഛനും ഉണ്ട്, പിന്നെ അവരുടെ കുട്ടികളും ഉണ്ട് അല്ലെ. അവരെല്ലാരും കൂടെ ചേർന്ന് എന്താ ഉണ്ടാക്കുന്നത്? ഒരു പാൻ കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ അവരെന്തൊക്കെയാ പറയുന്നത് നോക്കൂ. എന്താ കുട്ടികൾ പറയണത്? ഐ തിങ്ക് എവ്രി വൺ വിൽ ലവ് ഇറ്റ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടാവുമെന്ന് തോന്നുന്നു. അടുത്ത പറയണത്? അടുത്ത ആൾ എന്താ പറയണത്? ഐ വിൽ ഈറ്റ് ഫസ്റ്റ്. ഞാൻ ഇത് ആദ്യം കഴിക്കുമെന്ന് പറയാണ്. നോക്കൂ, അടുത്ത കുട്ടി എന്താ പറയണത്? ഇറ്റ് വിൽ ബി ഡെലീഷ്യസ്. വളരെയധികം സ്വാദിഷ്ടമുള്ളതായിരിക്കും ഇത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 3 കുട്ടികളുണ്ട്. എത്ര കുട്ടികളാണ് ഉള്ളത്? ആകെ എത്ര കുട്ടികളുണ്ട്? 7 കുട്ടികളുണ്ട് അല്ലേ. മോം ഐ വോണ്ട് ദിസ് എന്ന് പറയുകയാണ്. അപ്പൊ അടുത്ത ആൾ പറഞ്ഞു, മോം യു ആർ മേക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ്. അമ്മ ഇന്ന് എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് ഉണ്ടാക്കി തരുന്നത്. അടുത്ത ആൾ എന്ത് പറഞ്ഞു? ഇറ്റ് ലുക്ക് സോ ക്രിസ്പി. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എന്ന് പറയണം. അപ്പൊ നമുക്ക് അമ്മയും അച്ഛനും അവരുടെ 7 കുട്ടികളുമാണ് കേട്ടോ ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ അവരെന്താ ഉണ്ടാക്കുന്നത്? പാൻ കേക്ക്. All of a sudden, the pancake jumped out of the pan. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? പാനിൽ നിന്നും ആര് ചാടി? പാൻകേക്ക് ചാടിയിട്ട് ഓടാൻ തുടങ്ങി കേട്ടോ. അവർ പറയാണ്, സ്റ്റോപ്പ് ദർ, നിൽക്കവിടെ എന്ന് പറയാണ്. ദ പാൻകേക്ക് ജംപ്ഡ് ഔട്ട് ക്യാച്ച് ഇറ്റ്. അതിനെ പിടിക്കാൻ പറയണേ, പാൻകേക്കിനെ പിടിക്കൂ പറയാണ്. ഓക്കെ, ഐ വിൽ ക്യാച്ച് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? പാൻകേക്ക് പിടിക്കാൻ നോക്കി. കിട്ടിയോ പാൻകേക്കിനെ? ഇല്ല. പാൻകേക്ക് എന്ത് ചെയ്തു? ജീവനും കൊണ്ട് ഓടി കേട്ടോ. അങ്ങനെ ഓടി പാൻകേക്ക് ആരെ കണ്ടു? അതെ, ഒരു പപ്പിയെ കണ്ടു അല്ലെ, ഒരു ഡോഗിനെ കണ്ടു. ഓക്കെ, പാൻകേക്ക് ഡോഗിനോട് ചോദിക്കുകയാണ്, ഹെൽപ്പ്, സഹായം ചോദിക്കണം കേട്ടോ. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറയാണ്. ഓക്കെ, എന്താണ് പറയണത്? ആദ്യം ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? നമ്മുടെ ഡോഗ് എന്ത് ചോദിക്കുകയാണ്? സ്റ്റോപ്പ് ദർ, വൈ ആർ യു റണ്ണിങ്? നിൽക്ക്, നീ എന്തിനാണ് ഓടുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ പാൻകേക്ക് പറഞ്ഞു, ദ 7 children, their father and mother are following me. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും എന്നെ പിന്തുടർന്ന് വരുന്നുണ്ട്, എന്നെ പിടിക്കാൻ വരുന്നുണ്ട് പറയാണ്. കണ്ടോ, ചിത്രത്തിൽ കാണുന്നത് കണ്ടോ? അങ്ങനെ പറഞ്ഞു. നമ്മുടെ ഡോഗ് സഹായിച്ചോ? ഇല്ല അല്ലെ. എന്ത് സംഭവിച്ചു? ദ പാൻകേക്ക് ran as fast as it could. The 7 children, their father, mother and pet dog followed it. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ പാൻകേക്ക് വീണ്ടും ഓടാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് പാൻകേക്കിനെ? ആ 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും അതുപോലെ അവരുടെ പെറ്റ് ഡോഗും എന്ത് ചെയ്യുന്നുണ്ട്? പാൻകേക്കിനെ പിടിക്കാൻ വേണ്ടി ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാൻകേക്ക് ഓടി ആരുടെ മുന്നിലെത്തി? ഒരു കാറ്റിന്റെ മുന്നിലെത്തി അല്ലേ. അപ്പൊ കാറ്റ് ചോദിക്കുകയാണ്, ഹേ, വൈ ആർ യു റണ്ണിങ്? എന്തിനാ ഓടുന്നേ? അപ്പൊ പാൻകേക്ക് പറയാണ്, ദ 7 children, their father, mother and pet dog are following me. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും അവരുടെ പെറ്റ് ഡോഗും എന്നെ പിടിക്കാനായിട്ട് പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഓടാൻ തുടങ്ങി. അപ്പൊ എല്ലാരും കൂടെ പിന്നാലെ വരികയാണ്. സ്റ്റോപ്പ് the pancake ran as fast as it could. The 7 children, their father, mother, pet dog and cat followed it. അപ്പൊ ആരൊക്കെ ഉണ്ട് ഇപ്പൊ പാൻകേക്കിനെ പിടിക്കാൻ? 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും അവരുടെ പെറ്റ് ഡോഗും കാറ്റും നമ്മുടെ പാൻകേക്കിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഉണ്ട് കേട്ടോ. പാൻകേക്കിന് പിന്നാലെ. അങ്ങനെ പാൻകേക്ക് ഓടി ആരുടെ മുന്നിലെത്തി? അതെ, ഒരു ഗോട്ടിന്റെ മുന്നിലെത്തി അല്ലേ. അപ്പൊ ഗോട്ട് ചോദിക്കുകയാണ്, ഹലോ ഫ്രണ്ട്, വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. പാൻകേക്ക് പറയാണ്, ദ 7 children, their father, mother, pet dog and cat are going to eat me. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും കാറ്റും കൂടെ എന്നെ പിടിച്ച് തിന്നും എന്ന് പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് പാൻകേക്ക് വീണ്ടും ഓടാൻ തുടങ്ങി. എല്ലാവരും പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. സ്റ്റോപ്പ് ദർ, നിൽക്ക് അവിടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്നാലെ ഉണ്ട്. ദ പാൻകേക്ക് റൺ as fast as it could. The 7 children, their father, mother, pet dog, cat and god followed it. ആരൊക്കെ ഉണ്ട് പാൻകേക്കിന് പിന്നാലെ? ആ 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും കാറ്റും ഗോട്ട് ആടും എന്തുണ്ട്? പാൻകേക്കിനെ പിടിക്കാൻ പിന്നാലെ ഉണ്ട്. അങ്ങനെ പാൻകേക്ക് ഓടി ആരുടെ മുന്നിലെത്തിയിരിക്കുന്നത്? അതെ, ഒരു
ഫോക്സിന്റെ മുന്നിലെത്തി അല്ലേ. അപ്പോൾ വൈ ആർ യു റണ്ണിങ് എന്ന് ഫോക്സ് ചോദിക്കുകയോ. പാൻകേക്ക് പറയുകയാണ് ദ 7 children, their father, mother, pet dog, cat and goat are going to catch me. Can you give me a place to hide in? 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും കാറ്റും ഗോട്ടും എന്നെ പിടിച്ചു തിന്നും, എന്നെ സഹായിക്കും, എനിക്ക് ഒളിയാൻ എവിടെയെങ്കിലും സ്ഥലം കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. സ്ഥലം തരുമോ എനിക്ക് ഒളിയാൻ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എന്ത് സംഭവിച്ചു? ആ ഫോക്സ് ആ പാൻ കേക്കിനെ തിന്നു അല്ലേ. യമ്മി യമ്മി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ പാൻ കേക്കിനെ ആര് കഴിച്ചു? അതെ, ഫോക്സ് കഴിച്ചു. ഓ ഇറ്റ്സ് ഗോൺ എന്ന് പറയണേ. എന്താ പറയണത് നോക്കൂ, എന്താ അത് പോയി എന്ന് പറയണം. പാൻ കേക്ക് കിട്ടിയോ? 7 ചിൽഡ്രനും ഫാദറിനും മദറിനും നമ്മുടെ പാൻ കേക്ക് കിട്ടിയോ? ഇല്ല. ആര് കഴിച്ചു? ഫോക്സ് കഴിച്ചു അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു കഥ? ചെറിയൊരു പിക്ചർ സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ ഈ ചാപ്റ്ററിൽ അധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നുമില്ല. ലാസ്റ്റ് നമ്മുടെ യൂണിറ്റിൻ്റെ ലാസ്റ്റിലുള്ള പിക്ചർ സ്റ്റോറി കാർഡാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും പിക്ചർ സ്റ്റോറി കാർഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ തന്നിട്ട് അത് വെച്ച് നിങ്ങളൊരു സ്റ്റോറി ഉണ്ടാക്കാനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ പിക്ചർ സ്റ്റോറി കാർഡ് നമ്മുടെ 4ാമത്തെ യൂണിറ്റിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പിക്ചർ സ്റ്റോറി കാർഡാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ, റൈറ്റ് ദ ഇവന്റ്സ് റിലേറ്റഡ് ടു ഈച്ച് പിക്ചർ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അപ്പോൾ ഈ ചിത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ, ചിത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യുക, കഥ ഉണ്ടാക്കി എഴുതുക, അതിനൊരു ഹെഡിങ് കൂടെ കൊടുക്കണം, ടൈറ്റിൽ കൂടെ കൊടുക്കുക. എന്താ കാണുന്നത്? ഒരു കുട്ടിക്ക് അമ്മ എന്ത് ചെയ്യണം? ഭക്ഷണം ടിഫിൻ ബോക്സിലാക്കി കൊടുക്കണം, കുട്ടി സ്കൂളിലോട്ട് പോകണം അല്ലേ. നമുക്ക് എന്ത് എഴുതാം? അപ്പു എന്ന് പേര് കൊടുക്കുക ആൺകുട്ടിക്ക്. അപ്പുസ് മദർ പാക്ക്ഡ് ഹിസ് ലഞ്ച് ബോക്സ് ഫോർ സ്കൂൾ. ഹി താങ്ക്ഡ് ഹിസ് മദർ ആൻഡ് ഗോട്ട് റെഡി ടു ഗോ ടു സ്കൂൾ. സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി. Appu started walking to school with his bag and lunch box. He looked cheerful as he walked along the path. അങ്ങനെ അവൻ നടന്നു പോവുകയാണ്. അവൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഒരു ബാഗും ലഞ്ച് ബോക്സും ഉണ്ട്. അപ്പോഴാണ് അടുത്ത് എന്ത് കാണുന്നത്? ഒരു മരത്തിന്റെ കീഴിലായി താഴെയായിട്ട് ഒരു ചെറിയൊരു പെൺകുട്ടി ഇരിക്കുന്നു. അവളുടെ അച്ഛനുണ്ട്. ഒരു ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവൾക്ക് അധികം കാശൊന്നുമില്ല, പാവപ്പെട്ട ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ആ കുട്ടി വിശന്ന് കരയുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പു എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു അല്ലേ. അവൻ്റെ കയ്യിലെ ലഞ്ച് ബോക്സ് ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. On the way, he saw a poor girl sitting under a tree with her father. അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ടു. The girl was crying because she was hungry. ആ കുട്ടി വിശന്ന് കരയുകയായിരുന്നു. Appu felt sad to see them. അപ്പുവിന് ഒരുപാട് സങ്കടമായി അവരെ കണ്ടപ്പോൾ. He went near the girl and gave his lunch box to her. അവൾക്ക് അവൻ്റെ കയ്യിലുള്ള ലഞ്ച് ബോക്സ് കൊടുത്തു. The girl happily accepted it and smiled. അവൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു, താങ്ക്സ് പറഞ്ഞു അല്ലേ. അപ്പു ഫെൽറ്റ് വെരി ഹാപ്പി ടു ഹെൽപ്പ് her. അവളെ സഹായിച്ചതിൽ അപ്പുവിന് ഒരുപാട് സന്തോഷം തോന്നി. അവൾ എന്ത് ചെയ്യാണ്? ആ സന്തോഷത്തോടെ അവൾ അച്ഛനും കൂടെ അത് ഭക്ഷണം കഴിച്ചു അല്ലേ. ആ കാര്യം അപ്പു എന്ത് ചെയ്തു? വീട്ടിൽ വന്ന് പറഞ്ഞു. The poor girl happily ate the food given by the boy. Her father smiled with gratitude as he watched her. They were thankful for Appu's kindness and felt very happy. When Appu reached home, he told his mother about that girl. He felt proud and joyful for sharing his lunch. His mother praised him for his kind and generous act. അതായത് വളരെ വലിയൊരു പ്രവൃത്തി ചെയ്തതാണ് അല്ലേ. അപ്പോൾ അതിന് അമ്മ എന്ത് ചെയ്തു? അപ്പുവിനെ അഭിനന്ദിച്ചു. അങ്ങനെ അടുത്ത ദിവസം അവൻ എന്ത് ചെയ്തു? അതെ, ആ കുട്ടിയെയും അച്ഛനെയും അവൻ്റെ വീട്ടിലോട്ട് ക്ഷണിച്ചു. അങ്ങനെ അപ്പുവും അപ്പുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ അവർക്ക് എന്ത് ചെയ്യണം? അവരെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അല്ലേ. The next day, Appu invited them to his house for the dinner. They all sat together at the dining table and enjoyed the food. Both families became good friends and shared a joyful time together. Okay, ഇത്രയേ ഉള്ളൂ കഥ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ചിത്രം നോക്കിയിട്ട് കഥ ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അവിടെ നമ്മൾ ഹെഡിങ് എഴുതിയിട്ടില്ല, കഥയ്ക്ക് നമ്മൾ പേര് കൊടുത്തിട്ടില്ല അല്ലേ. നോക്കൂ, പേര് കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് എന്ത് കൊടുക്കാം? അതെ, അപ്പൂസ് കൈൻഡ്നെസ്ന്നോ അല്ലെങ്കിൽ കൈൻഡ്ഫുൾ ഹാർട്ട് അല്ലേ, അങ്ങനെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടൈറ്റിൽ എഴുതുക. നമ്മൾ 2 സജഷൻ ഇതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതിയ ടൈറ്റിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. താങ്ക് യു.